തിരഞ്ഞെടുപ്പ് കാലത്തും തുടർന്നും പയ്യന്നൂരിലുണ്ടായ അക്രമ സംഭവങ്ങളിലെ യഥാർത്ഥ പ്രതികളെ ഉടൻ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് LDF പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പയ്യന്നൂരിലെ മത്സ്യകർഷകൻ ടി പുരുഷോത്തമന്റെ ചെമ്മീൻ ഫാമിലെ ഷെഡ് കത്തിയതിലും വെള്ളൂർ ചേനോത്ത് PV പ്രസിഡന്റിന്റെ ബൈക്ക് കത്തിച്ചതിലും വെള്ളൂർ രാമൻകുളത്തിന് സമീപം BV കമലാക്ഷിയുടെ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതിലും പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. BKM ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നടന്ന മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ത്രീയുടെ വീടിന് നേരെ പടക്കം നോക്കുമ്പോഴത്തേക്ക് വീടിന് കൊള്ളുന്നു, അവിടെ പരിസരത്തുള്ള ബോർഡിനാ കൊള്ളുന്നു, വീടിന് കൊള്ളുന്നില്ല, പരിസരത്തുള്ള ബോർഡിന് കൊള്ളുന്നു. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അതും പാർട്ടിന്റെ മടലിൽ. എന്താ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആ സമയത്തൊക്കെ പോലീസ് പിണറായിന്റെ പോലീസാണ്, അതുകൊണ്ട് അന്വേഷിക്കാത്തതാണ്, അതുകൊണ്ടാണ് കുറ്റവാളികളെ പിടികൂടാത്തത് എന്നായിരുന്നില്ലേ പ്രചരണം. ഇപ്പൊ പോലീസ് ചെന്നിത്തലയുടെ പോലീസാ, സതീശന്റെ പോലീസാ, ഇവിടെയുള്ള പയ്യന്നൂരിലെ MLA V കുഞ്ഞികൃഷ്ണന്റെ സ്വന്തം പോലീസാ. എന്താ അന്വേഷിക്കാതെ? എന്താ നടപടിയെടുക്കാതെ? നടപടിയെടുത്താൽ പിടികൂടി കഴിഞ്ഞാൽ ആളാരാണെന്ന് കണ്ടുപിടിക്കപ്പെടുമെന്നുള്ള ഭയമാണോ? അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കെട്ടിപ്പൊക്കിയ നുണക്കോട്ടുകളൊക്കെ തകർന്നു വീഴുമെന്നുള്ള ഭയമാണോ? നിങ്ങൾ വ്യക്തമാക്കണം. നുണക്കോട്ടകളുടെ മേലെയാണ് നിങ്ങൾ നിൽക്കുന്നത്. എല്ലാ കാലവും നുണക്കോട്ട അങ്ങനെ നിലനിൽക്കുമെന്ന് കരുതണ്ട. നിങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പ്രചരണം പാർട്ടിയുടെ നേതാക്കൾ KV ബാബു അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ, C സത്യപാലൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, സരിൻ ശശി, P ശശിധരൻ, KK ജയപ്രകാശ്, V ബാലൻ, ജോസ് മാത്യു, K ഹരിഹർ കുമാർ, P ജയൻ, സുജേഷ് OT, PV ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.